നമ്മളെ സുഹൃത്ത്, നമ്മളെ സഹോദരൻ, മുസ്ലിമായ ഒരു സഹോദരൻ, ആ സഹോദരനെ കുറിച്ചിട്ട് അവൻ കേട്ടാൽ ഇഷ്ടപ്പെടാത്ത കാര്യം അവന്റെ അഭാവത്തിൽ പറയലാണ് ഗീബത്ത്. നിന്റെ കൂട്ടുകാരനാണ്, നിന്റെ സുഹൃത്താണ്, ആ സുഹൃത്തിന്റെ അഭാവത്തിൽ നീ പറയുന്ന കാര്യം, അവൻ കേട്ടാൽ ഇഷ്ടപ്പെടാത്ത കാര്യമുണ്ടല്ലോ, അത് ഗീബത്താണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞാൻ ഉള്ളതല്ലേ അവനെ അവരിൽ പറഞ്ഞത്, ശരി, എന്നാലും ഗീബത്താണ്. ഇല്ലാത്തത് പറയുമ്പോൾ അത് കളവാകും. അപ്പം നിങ്ങൾ പറയാൻ അവളുടെ നാവിന്റെ നീളം എത്രയാണ്, എന്തൊരു കുറ്റം പറയാനോ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു വിരൂപിയായ ഒരു പെണ്ണാണ്, അല്ലെങ്കിൽ ആടാണാണ്, കറുത്ത മനുഷ്യനാണ്, നിങ്ങൾ പറയുമോ കാര്യം കേട്ടോ, കാർത്ത് കാണാൻ സാധിക്കും എന്ന് നിങ്ങൾ അവിടെ പറഞ്ഞോ, അത് ഗീബത്താണ്. കാരണം അവർക്ക് അത് ഇഷ്ടമല്ല എങ്കിൽ ചിലവരുടെ നൊണ്ടിക്കാലുണ്ടാവും അല്ലേ, ഒറ്റക്കാലം ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയായിരിക്കും, അപ്പൊ നടക്കുമ്പോൾ പ്രയാസം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകാരെ ചിലപ്പോൾ എന്താവും, നമ്മൾ പറയും അറിയാൻ നൊണ്ടിക്കാലും, പക്ഷെ അത് കേൾക്കുമ്പോൾ അവർക്ക് അത് വിഷമുണ്ട് എങ്കിൽ അവന്റെ അഭാവത്തിൽ അത് പറയലും തെറ്റാണ്. അതാണ് ഗീബത്ത്. ഇനി അത് അവന്റെ കുടുംബത്തിലുള്ള കാര്യമായാലും ശരി, അവന്റെ സമ്പത്തിലുള്ള കാര്യമായാലും ശരി, അവന്റെ സന്താനങ്ങളിലുള്ള കാര്യമാണെങ്കിലും ശരി, എന്താണെങ്കിലും അവനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണോ, അതാണ് ഗീബത്ത്. നമ്മളത് മനസ്സിലാക്കണം. എന്താണ് ഗീബത്ത്, എന്താണ് ഗീബത്ത് എന്നുള്ളത്. നീ ചിലപ്പോൾ നിസ്കരിക്കാത്ത കാര്യമാണ്, അവന്റെ ദീനുള്ള കാര്യമാണ്, പക്ഷെ അത് മറ്റുള്ളവരോട് പാടി പറഞ്ഞു നടക്കുകയാണല്ലോ, അത് തെറ്റാണ്. ഒരാൾ നിസ്കരിക്കുന്നില്ലേ, ആ നിസ്കരിക്കാത്തതാണെങ്കിൽ അത് അവനോട് പറഞ്ഞ് അവനെ നേർവഴിയിലേക്ക് നടത്തുക എന്നല്ലാതെ ഇത് അവനെ കുറിച്ച് അവന്റെ ന്യൂനതകൾ മറ്റുള്ളവരോ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു നടക്കലാണ് ഗീബത്ത്. ഒരാൾക്ക് അവനക്ക് ഇഷ്ടപ്പെടാതെ അവന്റെ ദീനിലുള്ള കാര്യമാകട്ടെ, സമ്പത്തിലുള്ള കാര്യമാകട്ടെ, സൗന്ദര്യത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, മക്കളിലാകട്ടെ, എന്തുമാകട്ടെ, ഒരാളെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, അയാളിലുള്ള ന്യൂനതകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കലാണ് ഗീബത്ത്. അത് തെറ്റാണ് എന്ന്